ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. KSKTU പഴയന്നൂർ എളനാട് മേഖലാ കമ്മിറ്റികൾ സംയുക്തമായി പഴയന്നൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി സങ്കേതങ്ങളിലെ അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുക, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിൽ ഉറപ്പാക്കുക, തെരുവ് വിളക്കുകൾ കത്തിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSKTU പഴയന്നൂർ എളനാട് മേഖലാ കമ്മിറ്റികൾ സംയുക്തമായി പഴയന്നൂർ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി. CPIM ഏരിയ കമ്മിറ്റി അംഗം ശോഭന രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഗ്രസ് ചെയ്ത് ജനങ്ങൾക്ക് ഒരു വണ്ടി പോകാനുള്ള സൗകര്യമാക്കി കൊടുത്ത കഴിഞ്ഞ LDFന്റെ ഭരണകാലത്ത്. പക്ഷേ ഇന്നതെല്ലാം സഞ്ചരിക്കാൻ പോലും പറ്റാത്ത ഈ 4 വർഷക്കാലം പ്രദേശത്തൊന്നും തിരിഞ്ഞു നോക്കാൻ യാതൊരു വികസനം. നമുക്ക് തൊഴിലുറപ്പൊരാളികളുടെ അവർ കമ്പ്യൂട്ടറിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഉദ്യോഗസ്ഥന്മാർ പെട്ട തൊഴിൽ കൂലി പോലും പഞ്ചായത്ത് ഓഫീസിലേക്ക് ചോദിക്കാൻ ചെല്ലുമ്പോൾ വളരെ മോശമായ രീതിയിലാണ് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. അത് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പ്രതിപക്ഷത്തിന് നമ്മുടെ LDFന്റെ മെമ്പർമാരൊക്കെ നടത്തിയെങ്കിലും ഇന്നും ആ ഒരു ധിക്കാരപരമായ സമീപനമാണ് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും അതിന്റെ ഭരണസമിതിയും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇന്ന് 100 ദിവസം തികയാത്ത, ഒരു വർഷത്തിനുള്ളിൽ 100 തൊഴിൽ ദിനം പോലും ലഭിക്കാത്ത അവസ്ഥയാണ് ഇന്ന് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലുള്ളത്. അല്ലേ? കഴിഞ്ഞ LDFന്റെ ഭരണകാലത്ത് 100 ദിനം തൊഴിൽ നടത്തി അവര് ഓണത്തിന് ബോണസ് വാങ്ങുന്നു. 100 ദിനം തൊഴിൽ എത്രയോ പേര് നമ്മളുടെ ഭരണകാലത്ത് ഇവിടെ 100 ദിനം പൂർത്തീകരിച്ച് അവർ ബോണസ് അവർക്ക് ഓണത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ 100 ദിനം തികച്ചവർക്ക് നമ്മൾ അവരെ പ്രത്യേകം അംഗീകരിക്കുന്നു. ഇന്ന് ഒരാൾ പോലും ഇല്ലാത്തൊരവസ്ഥ. ഇത്ര ദിവസം പോയിട്ട് മാർച്ച് ആവാറായി, ഇനി വെറും 2 മാസമേ ഉള്ളൂ. പക്ഷെ 50 ദിനം പോലും തികയാത്ത തൊഴിലാളികളാണ് ഇന്ന് അവരുടെ ബുദ്ധിമുട്ട് നമ്മളോട് പറയുന്നത്. MV വിജയൻ അധ്യക്ഷനായി. NV നാരായണൻകുട്ടി, KM അസീസ്, K മോഹനൻ, NE പരമേശ്വരൻ, PS സുലൈമാൻ, N അമൽരാജ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ മെമ്മറാണ്ടം പഞ്ചായത്ത് ഓഫീസിലേക്ക് കൈമാറി. CCV ന്യൂസ്, പഴയന്നൂർ.